ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറാകട്ടെ. വ്യവസ്ഥകൾ, അവയുടെ താളം തുടങ്ങിയവയെ കുറിച്ച് പറഞ്ഞു. ഈ പറഞ്ഞതെല്ലാം ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പാരമ്പര്യ ചികിത്സാ സമ്പ്രദായങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അവ സാധാരണ രീതിയിലുള്ള ആരോഗ്യ പരിപാലന സങ്കേതങ്ങളെക്കാളും ശക്തിമത്താണ് താനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒന്ന് പരിചയപ്പെടാൻ ശ്രദ്ധിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: എനർജി സിസ്റ്റംസ് സപ്പോർട്ട് ഹെൽത്ത് ത്രൂ റിഥം, ബ്രീത്ത്, ബാലൻസ് ആൻഡ് അവെയർനെസ്. അദൃശ്യ ഊർജാധിഷ്ഠിത വ്യൂഹങ്ങളും ആരോഗ്യങ്ങളും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ ശരീരത്തിന്റെ ദൃശ്യവും പ്രവർത്തനപരവുമായ വ്യൂഹങ്ങളെ പര്യവേഷണം ചെയ്യുകയായിരുന്നു. അവയ്ക്കൊപ്പം ആഴത്തിലുള്ള തലത്തിൽ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന അദൃശ്യവും എന്നാൽ സുപ്രധാനവുമായ ഊർജാധിഷ്ഠിത പരമ്പരാഗത സംയോജിത വ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷത്തെയും ജീവശക്തിയെയും നിയന്ത്രിക്കുന്ന പ്രാണിക് അഥവാ ജൈവ ഊർജ വ്യൂഹം, സൂക്ഷ്മമായ ഊർജ ആശയവിനിമയം സാധ്യമാക്കുന്ന നാഡീവ്യൂഹം, ശാരീരികവും വൈകാരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ സംയോജിപ്പിക്കുന്ന ചക്രവ്യൂഹം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മർമ്മവ്യൂഹം ശരീരത്തിലെ നിർദ്ദിഷ്ട ബിന്ദുക്കളെ അവയവങ്ങളുമായും പ്രവർത്തനങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. അതേസമയം മെറിഡിയൻ വ്യൂഹം അവയവങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഊർജ പ്രവാഹങ്ങളെ നിയന്ത്രിക്കുന്നു. സോഡ് വ്യൂഹം പ്രത്യേക മേഖലകളിലൂടെ ശരീരത്തെ മുഴുവനായും പ്രതിഫലിപ്പിക്കുന്നു. സുജോക് കറസ്പോണ്ടൻസ് വ്യൂഹം കൈകളിലൂടെയും പാദങ്ങളിലൂടെയും രോഗശാന്തി പ്രതികരണങ്ങളെ മാപ്പ് ചെയ്യുന്നു. സമ്മർദ്ദം, ആഘാതം, ക്രമരഹിതമായ ജീവിതം, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, താളം നഷ്ടപ്പെടൽ എന്നിവയാൽ ഈ വ്യൂഹങ്ങൾ തടസ്സപ്പെടുന്നു. ഇത് ക്ഷീണം, അസന്തുലിതാവസ്ഥ, കുറഞ്ഞ അതിജീവന ശേഷി എന്നിവയിലേക്ക് നയിക്കുന്നു. ശ്വസന നിയന്ത്രണം, താളാത്മകമായ ചലനം, ശ്രദ്ധാപൂർവമായ അവബോധം, സൗമ്യമായ ഉത്തേജനം, വിശ്രമം, വൈകാരിക സന്തുലിതാവസ്ഥ, പ്രകൃതിദത്ത താളങ്ങളുമായുള്ള ഐക്യം എന്നിവയിലൂടെ ഇവ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഈ സൂക്ഷ്മവ്യൂഹങ്ങൾ പിന്തുണയ്ക്കപ്പെടുമ്പോൾ ശരീരത്തിന് അതിന്റെ യോജിപ്പും ഉന്മേഷവും ആരോഗ്യത്തിനായുള്ള സഹജമായ ശേഷിയും തിരികെ ലഭിക്കുന്നു. അപ്പോ ഇതാണ് ഈ ശരീരത്തില് നമുക്ക് പ്രകടമായി കാണുന്ന ഭൗതിക രൂപങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വെച്ചിട്ടാണ് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളത്. അവിടെ നമുക്ക് കൃത്യമായ പ്രവർത്തനപരമായ തെളിവുകൾ അവിടെ ഉണ്ടായിരുന്നു, ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ദൃശ്യമാണ് സംഭവം. ഒന്നുകിൽ ഒരു വസ്തുവിനെ കാണാം, അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തെ കാണാം, അല്ലെങ്കിൽ ഒരു അവയവത്തെ കാണാം, ഒരു വ്യൂഹത്തെ കാണാം. അതല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് അതവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും. ഈ ദ്രവ്യങ്ങളെ ചലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ കഴിയും. ഇത് രണ്ടുമല്ലാതെ ഫലങ്ങൾ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ചില അവസ്ഥകൾ നമുക്ക് അറിയാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു പ്രത്യേക ഭാഗത്ത് വേദന തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഭൗതികമായി നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷെ നമ്മൾ വേദന അനുഭവിക്കുന്നു. ചില പ്രത്യേക ഭാഗങ്ങൾ ആ വേദനയുടെ വേദന എന്നുള്ള രീതിയിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഭാഗത്തെ വേദനയെ കൈകാര്യം ചെയ്യാനായിട്ട് നമ്മൾ അവിടെ മർദ്ദം ഉപയോഗിക്കുകയോ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ വേദനയ്ക്ക് നിദാനമാകുന്ന പ്രശ്നത്തെ മാറ്റുന്നതായിട്ടും കാണാൻ കഴിയും. ഇപ്പൊ ഉദാഹരണത്തിന് കാലിന്റെ അടിവശം ഉപ്പൂറ്റിക്ക് ഒരു വേദന വരുന്നു എന്നിരിക്കട്ടെ. ഉപ്പൂറ്റിക്ക് വേദന വരുന്നു, അവിടെ ഒരു ചെറിയ അസ്വസ്ഥത ഇങ്ങനെ വ്യാപിച്ചു വരുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് 2 ദിവസം കഴിയും. നമുക്ക് മനസ്സിലാക്കാന്നല്ല, നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് തനിയെ ബോധ്യവും മലാശയവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പ്രശ്നം നമുക്ക് വരുന്നുണ്ടെന്നുള്ളത്. കാലിന്റെ ഉപ്പൂറ്റിയും മലാശയം തമ്മിൽ നേരിട്ടൊരു ബന്ധം നമുക്കറിയില്ല. പക്ഷെ കാലിന്റെ ഉപ്പൂറ്റിയിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് 2-3 ദിവസത്തിനകത്ത് അല്ലെങ്കിൽ ഒരാഴ്ചക്കകത്ത് മലാശയത്തിൽ പ്രശ്നം വരുന്നു എന്ന് നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചാൽ ഇവ തമ്മിലുള്ള ഒരു ബന്ധത്തെ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. ഈ കാലിന്റെ ഉപ്പൂറ്റിയിൽ വരുന്ന പ്രശ്നത്തെ നമ്മൾ നിരന്തരമായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പിന്നീട് വരുന്ന പ്രശ്നം ഒഴിവായി പോകുന്നത് കാണാനും പറ്റും. ഇനി അഥവാ കാലിന്റെ ഉപ്പൂറ്റിക്ക് വേദന വന്നില്ല,
മലാശയത്തിന് ഒരു പ്രശ്നം വരുമ്പോൾ വീണ്ടും ഉപ്പൂറ്റിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മലാശയത്തിന്റെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിലാണ് പാരമ്പര്യ ഊർജാധിഷ്ഠിത വ്യൂഹ വ്യവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത് സത്യത്തിൽ അദൃശ്യമാണ്, നമുക്ക് കാണാൻ കഴിയില്ല. നമ്മുടെ അനുഭവങ്ങളിലൂടെ, നമ്മുടെ ധിഷണയിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ പരമ്പരാഗത സയൻസോ ഇതിനെ ഉള്ളതായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ഉണ്ട് എന്ന് തെളിവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു സംഭവത്തെ അവർ അംഗീകരിക്കുക. പക്ഷെ ഇത് പ്രവർത്തനപരമായിട്ട് ഇത് കാലങ്ങളായി സംഭവിക്കുന്നുണ്ട്. കാലങ്ങളായി, നൂറ്റാണ്ടുകളായിട്ട് ട്രയൽ ആൻഡ് എററിലൂടെ ഇത് നമ്മുടെ കാരണവന്മാര് ബോധ്യപ്പെട്ട് പ്രയോഗിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിന്റെ ഒരു പട്ടികയിൽ ഈ സാധനത്തെ കയറ്റിവെക്കാൻ കഴിയില്ല. എങ്കിലും ഇത് ശാസ്ത്രേതരമായ ഒരു നിരീക്ഷണമായിട്ട് തന്നെ മനസ്സിലാക്കാം. ശാസ്ത്രേതരം എന്ന് പറയുമ്പോൾ അത് അന്ധവിശ്വാസമാണെന്നോ അല്ലെങ്കിൽ എന്താ പറയാ തെറ്റാണെന്നോ പറയുന്നതല്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു സമീപന രീതിയാണ്. അതിലും വിശ്വാസങ്ങളാണ് നമ്മളെ പലപ്പോഴും നയിക്കുന്നത്. തെളിവാണ് എന്നൊക്കെ പറയുമ്പോഴും ആരെങ്കിലും തെളിവിന്റെ കാര്യം പറയുമ്പോൾ ആ തെളിവിന്റെ കാര്യം പറഞ്ഞവരെ നമ്മൾ വിശ്വസിക്കുക, അവരുടെ ആധികാരികത വിശ്വസിച്ചാണ് ബാക്കിയുള്ളവർ അതിന്റെ പുറകെ എന്നിട്ട് ശാസ്ത്രീയം എന്ന് പറയുന്നു. അവിടെയും വിശ്വാസം തന്നെയാണ്. അപ്പൊ ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള, പ്രാവീണ്യമുള്ളവർ, വിദഗ്ധര് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അവഗാഹമുള്ളവർ, ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നവർ പറയുന്നതിന് ബാക്കിയുള്ളവർ പിന്തുടരുക എന്നുള്ളതാണ്. ഈ എനർജി സിസ്റ്റംസ് ഒക്കെ ഈ നമ്മുടെ ശരീരത്തിനകത്തെ വളരെ സങ്കീർണമായ ചില പ്രവർത്തനങ്ങളെ കുറിച്ച് ചില ഭിഷഗ്വരന്മാർ പറയുന്നതിനും അപ്പുറത്തേക്ക് വളരെ ഈസി ആയിട്ട് സാധാരണ മനുഷ്യന് മനസ്സിലാവുകയും സാധാരണ മനുഷ്യന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ലളിതവൽക്കരിച്ചിട്ടുണ്ട് നമ്മുടെ കാരണവന്മാര്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സമീപനമാണ് ഇവിടെ വെച്ച് പുലർത്തേണ്ടത്. അപ്പോ അദൃശ്യം എന്ന് പറയുന്ന സമയത്ത് അത് ഇല്ലാത്തതല്ല, ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഓഡിയബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, 2 ചെവിയാണ് നമുക്കുള്ളത്. 2 ചെവി ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള പല ഇടങ്ങളിലുള്ള ശബ്ദത്തെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. 3 ഡയമെൻഷനിലായിട്ട് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോ ഭൗതികമായ ഒരു ഘടന വെച്ചിട്ട് അല്ല നമ്മൾ അതിനെ സെൻസ് ചെയ്യുന്നത്. ഭൗതിക ഘടകങ്ങളുടെ ഒരു സാന്നിധ്യം അവ മാത്രം വെച്ച് നമ്മൾ സെൻസ് ചെയ്യുമ്പോഴും ഇതിനെ അറിയുന്നത് നമ്മൾ പല ഇടങ്ങളിലായിട്ടാണ്. ഇതിന്റെ അനുഭവം നമുക്ക് കിട്ടുന്നത് പല ഇടങ്ങളിലായിട്ടാണ്. അനുഭവിക്കാനായിട്ട് നമുക്കുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഈ 2 ചെവികളാണ്. ഇപ്പൊ കാഴ്ചയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ 2 കണ്ണുകൾ, 2 കണ്ണുകളേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 3 ഡയമെൻഷണൽ ഇമേജിംഗ് നടത്തുന്നത്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള വ്യത്യസ്ത അനുഭവ ഗ്രാഹികളെ സ്വീകരിച്ചുകൊണ്ടാണ്, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഊർജ വ്യവസ്ഥയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഊർജാധിഷ്ഠിതമാണ്, പരമ്പരാഗതമാണ്, സംയോജിതമാണ്. ഇത് എല്ലാ വ്യവസ്ഥകളെയും കൂടെ ചേർത്ത് നിർത്തുന്ന രീതിയിലുള്ള ഒരു വിതരണക്രമമാണ് ഈ വ്യൂഹങ്ങൾക്ക്, എനർജി സിസ്റ്റംസിനുള്ളത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ശരീര ഉന്മേഷം എന്ന് പറയുന്നുണ്ടല്ലോ, ശരീരത്തിന്റെ എനർജറ്റിക് ആയിട്ടുള്ള അവസ്ഥ. അതുപോലെ നമ്മുടെ ജീവശക്തി, ജീവനെ ചലിപ്പിക്കുന്ന ആ ജീവശക്തി എന്ന് പറയുന്നത് അതിനെ നമുക്ക് കാണാൻ കഴിയില്ല, അനുഭവിക്കാനേ കഴിയുള്ളൂ. ശരീരത്തിന് ഉന്മേഷം തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് കണ്ടെത്താനേ അത് കഴിയുള്ളൂ. ഈ കണ്ടെത്തുന്ന സമയത്ത് നമ്മുടെ ഇപ്പോ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആണോ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റി ആണോ എന്നുള്ള രീതിയിൽ നമുക്ക് വേർതിരിക്കാൻ ഇപ്പോൾ ആധുനിക കാലത്ത് നമുക്ക് കുറെയൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഈ 2 സമയത്തും ശരീരത്തിന്റെ ബയോകെമിക്കൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ സമമായിരിക്കും. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ജീവന്റെ ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA-യും RNA-യും ലിപ്പിഡും ഒക്കെയുള്ള ഒരു സിസ്റ്റമാണ്, ഒരു ഇന്റഗ്രേറ്റഡ് ഫോം ആണെന്ന് പറയുന്ന ആളുകൾ ശാസ്ത്ര വിശ്വാസത്തിന്റെ മേഖലയിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ നിർവചിക്കുക. ജീവൻ എന്ന് പറയുന്നത് ഈ DNA-യും RNA-യും ലിപ്പിഡും ഒക്കെയുള്ള ഒരു കാർബോണിക് സങ്കേതമാണെന്ന് പറയും. ഇപ്പൊ മരിച്ച വസ്തുക്കളിൽ ഇതില്ലേ എന്ന് ഒരു ചോദ്യം അടുത്തതായി ചോദിച്ചാൽ അതിലും ഉണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരും. പിന്നെ എന്താണ് ജീവൻ എന്നൊരു ചോദ്യത്തിന് അവിടെ കൃത്യമായിട്ടൊരു ഉത്തരമില്ല. മരിച്ചതിനും മരിക്കാത്തതിനും ഒരേപോലെ ഇരിക്കുമ്പോൾ ഇവയെ തമ്മിലുള്ള ആ സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ആ സവിശേഷ പ്രതിഭാസം എന്താണെന്ന് പറയാൻ ഇല്ല. അതുപോലെ തന്നെ ജീവശക്തി എന്ന് പറയുന്നത് നമുക്ക് അനുഭവിക്കാനാണ് കഴിയുക. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഘടനാപരമായ മറ്റും നമുക്കറിയില്ല. അപ്പോ സിമ്പത്തറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ആക്റ്റീവായിരിക്കുന്ന, ഉന്മേഷത്തിലായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബയോകെമിക്കൽ സ്ട്രക്ചർ തന്നെയാണ്
നമ്മൾ പാരാസിമ്പത്തറ്റിക് ആക്ടിവിറ്റിയിലൂടെ പോകുന്ന സമയത്തും വരുന്നത്. അത് സിസ്റ്റങ്ങൾ തമ്മിലുള്ള ഉത്തരവാദിത്വത്തിന്റെ ദൗത്യത്തിന്റെ കൈമാറ്റമാണ്. അതിനെ നമ്മൾ കേവലമായിട്ടുള്ള ഭൗതിക നിയമങ്ങൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഭൗതിക പ്രവർത്തനങ്ങളിലേക്ക് അത് നയിക്കുന്നുണ്ടെങ്കിൽ പോലും ഭൗതിക കാരണങ്ങൾ വെച്ചിട്ട് നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ല. ഉദാഹരണം, ഇപ്പൊ സർക്കാരിന്റെ റിഥം, പ്രകൃതിയുടെ ഒരു റിഥമുണ്ട്, നമ്മുടെ ഒരു റിഥമുണ്ട്. ഈ റിഥങ്ങൾ തമ്മിലുള്ള പരസ്പര പൂരകത്വം എന്ന് പറയുന്നത് ഈ വിധത്തിൽ നമുക്ക് കാര്യകാരണങ്ങളെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട് പറയാൻ കഴിയില്ല. അതുപോലെയാണ് ജീവശക്തി. ആ ജീവശക്തിയൊക്കെ നിയന്ത്രിക്കുന്ന ജൈവ ഊർജ വ്യൂഹമുണ്ട് നമ്മുടെ ശരീരത്തിൽ. ജീവന്റെ ഊർജത്തിന്റെ ഒരു മണ്ഡലം. ആ ജീവോർജ മണ്ഡലത്തിൽ വരുന്ന ഇളക്കങ്ങൾ ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാകും എന്ന് അത് സെൻസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. സെൻസ് ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് എന്താ സെൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എല്ലാവർക്കും അറിയേണ്ടത്, എല്ലാവർക്കും അറിയാൻ കഴിയില്ല. ഇപ്പൊ ഒരു ചിത്രകാരന് കഴിയുന്ന മറ്റേ രൂപത്തെക്കുറിച്ചുള്ള നിരീക്ഷണം ഒരു സാധാരണ മനുഷ്യനുണ്ടാവില്ല. അയാൾക്ക് വേണമെങ്കിൽ പരിശീലനം കൊണ്ട് ഒരല്പം ശേഷി ആർജിക്കാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം സംഗീതമാണ്. സംഗീതം അകത്ത് ലീനമായിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ സംഗീത ബോധം ഉണ്ടാവുകയുള്ളൂ. അതൊക്കെ നല്ലതല്ല, ഒരുവിധം കൊള്ളാവുന്ന സംഗീതത്തെ എങ്കിലും അവതരിപ്പിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്ക് എത്ര പരിശീലനം കിട്ടിയാലും അത് സാധ്യമാവില്ല. അപ്പോ ഇന്റേണൽ ശേഷി, ആന്തരിക ശേഷി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലും മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലും വ്യത്യസ്തമായിരിക്കും. അതിനെ നമുക്ക് പ്രകടമായി കണ്ടെത്താൻ പോലും കഴിയില്ല. അവരുടെ ഏതെങ്കിലുമൊക്കെ ലോബുകൾ തലച്ചോറിൽ നിന്ന് എടുത്തിട്ട് ഇതിങ്ങനെ പ്രവർത്തിക്കുന്നു അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നിരീക്ഷിക്കാനല്ല. ഏറെക്കുറെ ഇവയുടെ എല്ലാം പ്രവർത്തനമല്ല, ഇവയുടെ എല്ലാം ഭൗതിക ഘടനയുടെ വിതരണം ഒരുപോലെയായിരിക്കും. പക്ഷെ പ്രവർത്തനപരമായി, ധർമ്മപരമായി, ദൗത്യപരമായി, ലക്ഷ്യപരമായി ഇവയിലെല്ലാം മാറ്റം ഉണ്ടാവും. അതിനനുസരിച്ചാണ് ഈ ജൈവ ഊർജ വ്യൂഹത്തിലും വ്യത്യാസം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ നാഡീവ്യൂഹം, കണ്ണിലൊരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ തലച്ചോറിലേക്ക് എത്തും. തലച്ചോറിന് ഉണ്ടാവുന്ന സിഗ്നൽസ് അനുസരിച്ച് നമ്മുടെ മറ്റു അവയവങ്ങളിൽ മാറ്റം ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് പറയാം. പക്ഷെ കാണുന്നത് തന്നെയാണോ എല്ലാവരും കാണുന്നത്? കൺമുമ്പിലുള്ള കാഴ്ചയെ തന്നെയാണോ എല്ലാവരും ഒരുപോലെയാണോ കാണുന്നത്? അല്ല. ഓരോരുത്തരുടെയും സംവേദനത്തിന് വ്യത്യാസമുണ്ട്. ഈ സംവേദനത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ സിനാപ്സുകൾക്കനുസരിച്ച്, അവരുടെ ന്യൂറോണുകൾക്കിടയിലുള്ള സിനാപ്സുകൾക്കനുസരിച്ച്, അതിന്റെ പ്ലാസ്റ്റിസിറ്റിക്കനുസരിച്ച്, അതിന് കാരണമാകുന്ന കാൽഷ്യം ഫാക്ടറിനനുസരിച്ചാണെന്നൊക്കെ വരെ നമുക്ക് സാങ്കേതികമായി പറഞ്ഞു പോവാം. പക്ഷെ അതിനുമപ്പുറത്ത് അത് അവരുടെ നിയോഗങ്ങളുമായിട്ട്, നിയുക്ത സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനനുസരിച്ച് മാത്രമേ ഒരു കാര്യത്തെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ സ്പർശം ശരിയാം വിധം ശരീരത്തിലേക്ക് സന്നിവേശിക്കുന്നത് അതിന് അനുസരിച്ച് മാത്രമാണ്. ഇത് ശീലവുമായിട്ടും കണ്ടീഷനിങ്ങുമായിട്ടും ബന്ധപ്പെടുത്തിയൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഡെവലപ്പ് ചെയ്യാം. ആ കുറച്ചേ ഡെവലപ്പ് ചെയ്യാൻ കഴിയുള്ളൂ. അയാളുടെ ആന്തരിക ശേഷിക്കനുസരിച്ച്, ധർമ്മത്തിനനുസരിച്ച് ഇവയുടെ വിതരണക്രമത്തിൽ വ്യത്യാസം വരും. ഇത് നമ്മുടെ കേവലം സയൻസിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അത് ഇല്ല എന്നല്ല അർത്ഥം. സയൻസിന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സയൻസ് ഭൗതികമായ ഡയമെൻഷനെയാണ് മെഷർ ചെയ്യുന്നത്. ഭൗതികേതരമായിട്ടുള്ള ഡയമെൻഷനെ മെഷർ ചെയ്യാൻ സയൻസിന് കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് സയൻസിന്റെ പരിമിതിയല്ല. സയൻസ് ഇപ്പോ സ്പാനർ കൊണ്ട് ഒരു കെട്ടഴിക്കാൻ കഴിയില്ല. സ്പാനർ കൊണ്ട് നമുക്ക് pH വാല്യൂ അളക്കാൻ കഴിയില്ല. സ്പാനറിന് നെട്ടും ബോൾട്ടും തിരിക്കാനേ കഴിയുള്ളൂ. അതുപോലെ സങ്കേതം എന്നുള്ള രീതിയിൽ ശാസ്ത്രത്തെ നമ്മളവിടെ ശാസ്ത്രമല്ല സയൻസിനെ മനസ്സിലാക്കേണ്ടത്. ശാസ്ത്രം എന്നതും സയൻസ് എന്ന് പറയുന്നത് രണ്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ സൂക്ഷ്മമായ ഊർജ ആശയവിനിമയം സാധ്യമാകുന്ന നാഡീവ്യൂഹം, ശാരീരികവും വൈകാരികവും മാനസികവുമായ സന്തുലിതാവസ്ഥയെ സംയോജിക്കുന്ന ചക്രവ്യൂഹം. പലതരം ഊർജ ചക്രങ്ങളുണ്ട്. ആ ഊർജ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പരിണാമത്തിനനുസരിച്ച്, പരിണാമ വികാസത്തിന്റെ സമയത്ത് നമ്മുടെ ഒരു ജീവിയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും പ്രവർത്തന തലങ്ങളുമാണ്. ഇപ്പൊ 1ാം ക്ലാസ് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഊർജം, ആ കുട്ടിയുടെ പ്രവർത്തനപരമായ കാര്യങ്ങൾ, ബോധം, തിരിച്ചറിവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അതല്ല 3 വയസ്സിൽ, അതല്ല 5 വയസ്സിൽ, അതല്ല 20 വയസ്സിൽ, അതല്ല 50 വയസ്സിൽ, അതല്ല 100 വയസ്സിൽ. അപ്പോ ഇവയിലെല്ലാം തന്നെ അവർ ഇടപെടുന്ന ഏരിയകൾ, പ്രവർത്തന മണ്ഡലം, തിരിച്ചറിവുകൾ, ഇങ്ങനെ എല്ലാത്തിലും മാറ്റം വരും. ഇത് അവരുടെ ദൗത്യവുമായിട്ട്, നിയോഗവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഇതിനനുസരിച്ചുള്ള ശാരീരിക വളർച്ചയുടെ ഒരു പരിണാമം ഗർഭസ്ഥ ശിശുവിൽ ഉണ്ടാകുന്നുണ്ട്. ഒരു സൈഗോട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായി വന്ന ഒരു കുഞ്ഞ്, പിന്നെ അതിന് പതുക്കെ അതിന്റെ പ്രാഥമിക അവയവങ്ങൾ വരുന്നു.
അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ തരത്തിൽ ആ സർവൈവൽ മോഡിൽ ആദ്യം എത്തുന്നു, അതിനുശേഷം അത് അതിന്റെ എന്റർടൈനിങ് മോഡിലേക്ക് എത്തുന്നു, അതിനുശേഷം പ്രൊഡക്റ്റീവ് മോഡിലേക്ക് എത്തുന്നു, പിന്നെ അതിന്റെ എസ്തെറ്റിക് മോഡിലേക്ക് എത്തുന്നു, പിന്നെ അതിന്റെ എക്സ്പ്രസീവ് മോഡിലേക്ക് എത്തുന്നു, പിന്നെ അതിന്റെ കമാൻഡിങ് മോഡിലേക്ക് എത്തുന്നു, ഇൻറ്റ്യൂഷണൽ മോഡിലേക്ക് എത്തുന്നു. അതിനുശേഷം ഇത് നേച്ചർ എന്നുള്ള സിസ്റ്റം എന്താണോ ആവശ്യപ്പെടുന്നത് അതിന്റെ മുഴുവൻ ധർമ്മങ്ങളും ചെയ്യാൻ പാകത്തിൽ വികാസത്തിലേക്ക് എത്തുന്നു എന്നുള്ള ഈ വിധത്തിലാണ് വരുന്നത്. അപ്പൊ ഒരു കുഞ്ഞ് അമ്മയുടെ വോമ്പിലായിരിക്കുന്ന സമയത്ത് ഈ വിധത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷമാണ് അത് വെളിയിലേക്ക് വരുന്നത്. പിന്നീടും ഇതേ പ്രവർത്തന രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് വരും. ഈ പ്രവർത്തന രീതിയിലൂടെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്തും ആ പ്രവർത്തന മണ്ഡലങ്ങളെ ഏറ്റവും നന്നായി പ്രദാനം ചെയ്യുന്ന ഓരോ കേന്ദ്രങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ കാണിക്കുന്നുണ്ടെന്നുള്ള ഭൗതികമായിട്ട് കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ എഫക്റ്റീവായിട്ട് അതാത് സ്ഥലങ്ങളിൽ നമ്മൾ കേന്ദ്രീകരിക്കുമ്പോൾ അവിടുത്തെ ഊർജ്ജം സപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ മറ്റൊന്നാണ് മർമ്മവ്യൂഹം എന്ന് പറയുന്നത്. ശരീരത്തിലെ നിർദ്ദിഷ്ട ബന്ധങ്ങളെ അവയവങ്ങളുമായും പ്രവർത്തനങ്ങളുമായും ബന്ധിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മലാശയത്തിന്റെ ഒരു പ്രവർത്തനം ഉപ്പൂറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ തള്ളവിരലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. തള്ളവിരലിൽ നമ്മൾ ഇപ്പൊ തലവേദന വരികയാണെങ്കിൽ തള്ളവിരലിൽ ചെറിയ പ്രയോഗങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവേദന മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാൻ പോകുന്നുണ്ടെങ്കിൽ തള്ളവിരലിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അതിനനുസരിച്ചുള്ള ചെറിയ വ്യതിയാനങ്ങൾ, ചില സെൻസേഷൻസ് നമുക്ക് ഉണ്ടാവും. അത് സെൻസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരെ നന്നായിട്ട് തലയെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതുപോലെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളുമായിട്ടും കണക്ട് ചെയ്ത നിർദ്ദിഷ്ട ബിന്ദുക്കളുണ്ട്. ഇവയാണ് മർമ്മങ്ങൾ എന്ന് മർമ്മ ചികിത്സയിലും മർമ്മ പാരമ്പര്യത്തിലും ഒക്കെ പറയുന്നത്. മർമ്മം എന്നുള്ളതിന് ന്യൂക്ലിയസ് എന്ന് വേറൊരു അർത്ഥമുണ്ട്. അതിന്റെ ഏതാണ്ട് സമാന്തര അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മർമ്മവ്യൂഹം എന്നുള്ളത് നിർദ്ദിഷ്ട ബിന്ദുക്കളെ അവയവങ്ങളെയും പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അവയെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിനകത്തെ പ്രവർത്തനങ്ങളെയോ അവയവങ്ങളെയോ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം തന്നെ മെറിഡിയൻ വ്യൂഹം അവയവങ്ങൾ ആരോഗ്യമായി ബന്ധപ്പെട്ട ഊർജ്ജ പ്രവാഹത്തെ നിയന്ത്രിക്കുന്നു. പലതരം മെറിഡിയനുകൾ നമ്മുടെ ശരീരത്തിൽ ഈ മർമ്മങ്ങളെ പോലെ തന്നെയുള്ള മെറിഡിയനുണ്ട്. മർമ്മവും മെറിഡിയനും ഒന്നല്ല, കാരണം രണ്ട് സംസ്കാരങ്ങളിലൂടെ രണ്ട് രീതിയിൽ രണ്ട് സമീപനത്തിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്നതായതുകൊണ്ട് അത് ഒന്നല്ല, പക്ഷെ സമാനമാണ് അവയുടെ പ്രവർത്തനങ്ങൾ. ഓരോ അവയവങ്ങളുടെ ആരോഗ്യത്തിനനുസരിച്ച് ശരീരത്തിലെ ഓരോ മെറിഡിയനുകൾ പ്രവർത്തിക്കും. ആ മെറിഡിയനുകളിലെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഊർജ്ജപ്രവാഹത്തെ നിയന്ത്രിച്ചുകൊണ്ട് അവയവ പ്രവർത്തനത്തെയും ശരീരത്തിന്റെ അസ്വാസ്ഥ്യത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ സോണുകൾ നമ്മൾ ഇടത്തും വലതുമായിട്ട് 5 സോണുകളായിട്ട് 5 or 6 സോണുകളായിട്ട് ശരീരത്തിൽ തിരിച്ചിട്ടുണ്ട്. ഈ സോണുകൾക്കനുസരിച്ച് നമുക്ക് ഇവിടെയുള്ളൊരു പ്രവർത്തനത്തെ വലത്തെ കാലില് നമുക്ക് 5 വിരലുകളുടെ ഭാഗങ്ങളായിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ വലത്തെ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങൾ ഇടത്തെ കാലിന്റെയും കൈയുടെയും വിരലുകളിലും നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ മുതൽ ഇവിടം വരെ നീണ്ടു നിൽക്കുന്ന സോണുകളുണ്ട്. ആ സോണുകളിൽ എവിടെയും സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് ആ സോണിലുള്ള ഏത് പ്രശ്നത്തെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. ഏത് പ്രശ്നത്തെ ചിലപ്പോൾ മുറിഞ്ഞ് തൂങ്ങിപ്പോയി നമുക്കിവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറില്ല. അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം. സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് സുജോക്ക് കറസ്പോണ്ടൻസ് വ്യൂഹം എന്ന് പറയുന്നത്. അത് ഒരു ചൈനീസ് രീതിയാണ്. നമ്മുടെ ശരീരത്തിന്റെ പ്രതികരണങ്ങളുണ്ടല്ലോ, ആ പ്രതികരണങ്ങളെല്ലാം തന്നെ കൈത്തലത്തിൽ ഇപ്പോ ഇത് തല, പിന്നെ ഇത് രണ്ടും കാലുകള്, ഇത് കൈകൾ എന്നുള്ള രീതിയിൽ ശരീരത്തിന്റെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ. ശരീരത്തിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് ഇവിടെ ഒരു ഇമാജിനറി ഉണ്ട്. അതൊരു തരം മാപ്പിംഗ് ആണ്. നമ്മളിപ്പോ ഗൂഗിൾ മാപ്പ് പോലെ നമ്മുടെ ശരീരത്തിന്റെ ഒരു മാപ്പിംഗ് ആണ് കയ്യിലുള്ളത്. ഇവിടെ നമുക്ക് ഇതിന്റെ സെൻസേഷൻസ് കിട്ടും. ആ കിട്ടുന്നത് നമുക്ക് തന്നെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ തലവേദന വരികയാണെങ്കിൽ ശരീരത്തിൽ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. വയറിന് അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ചെറിയ അസ്വസ്ഥത വരെ നമുക്ക് കാണാൻ കഴിയും. അവിടെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വയറുവേദന പോകുന്നത് കാണാൻ കഴിയും. അപ്പൊ ഇതുപോലെ ഇവ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന ഒരു മാപ്പിംഗ് സിസ്റ്റമാണ് സുജോക്ക് കറസ്പോണ്ടൻസ് വ്യൂഹം എന്ന് പറയുന്നത്.
ഇതുപോലെ സമ്മർദ്ദം, ആഘാതം, ക്രമരഹിതമായ ജീവിതം, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, താളം നഷ്ടപ്പെടുന്ന എന്നിവയെല്ലാം കൊണ്ട് ഈ പറഞ്ഞ വ്യൂഹങ്ങൾക്കെല്ലാം തന്നെ പലതരം പ്രോബ്ലംസ് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ഇങ്ങനെയുള്ളത് ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ബ്ലൈൻഡ് ആയി പോയിട്ടുണ്ട് നമ്മൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാത്ത പാരമ്പര്യത്തിൽ നിന്നും പാരമ്പര്യജ്ഞാനത്തിൽ നിന്നും ഇൻഡിജിനിയസ് നോളജിൽ നിന്നും നമ്മൾ ദൂരെ പോയിട്ടുണ്ട്. അത് തന്നെ നമ്മളെ നല്ലപോലെ ബാധിക്കുന്നുണ്ട്, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ആരോഗ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നുമാണ്. അതാണ് സ്വന്തം ശരീരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പാരമ്പര്യത്തിൽ നിന്നും അറിവുള്ള, അതിലൂടെ കടന്ന് ജീവിച്ച് ഡെവലപ്പ് ചെയ്ത് നിന്ന് നിലനിന്നു പോകുന്ന ലക്ഷക്കണക്കിന് തലമുറകളിലൂടെ കടന്നുപോയ നമ്മുടെ ആ ഇൻഡിജിനസ് നോളജ് ഉണ്ട്. അതിലല്ല നമുക്ക് വിശ്വാസം. നമ്മളെ ഭരിക്കാനായിട്ട്, നമ്മുടെ റിസോഴ്സസ് എടുക്കാനായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന അധികാരികൾ നമ്മളെ പഠിപ്പിക്കുന്നതിലാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്നും നമ്മൾ ദൂരത്തേക്ക് പോകുന്നുണ്ട്. അപ്പോ ആ ജ്ഞാനം നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഏതിലൂടെയാണ്? അത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ജ്ഞാനമാണ്. പരമ്പരയിൽ നിന്ന് നമുക്ക് കിട്ടിയതുള്ളതിന്റെ ഒരു തെളിച്ചം മാത്രമാണ്. ശരീരത്തിൽ തന്നെയുള്ള ജ്ഞാനമാണ്. ആ ജ്ഞാനം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സെൻസേഷൻസ് നമുക്ക് നഷ്ടമാകുന്നത് സമ്മർദ്ദം, ആഘാതം, ക്രമരഹിതമായ ജീവിതം, അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ, താളം നഷ്ടപ്പെടൽ എന്നിവയാലാണ്. ഇത് നമുക്ക് പ്രദാനം ചെയ്യുന്നത് ക്ഷീണം, നമ്മുടെ ഇംബാലൻസ്, പിന്നെ സർവൈവ് ചെയ്യാനുള്ള, ഇതിനെ ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള ശേഷി, ഇതൊക്കെ നമുക്ക് നഷ്ടമാകും. ഈ എനർജി സിസ്റ്റംസ് താറുമാറാകുന്ന സമയത്ത് അത് ബാധിക്കുന്നത് കേവലം ക്ഷീണം ഉണ്ടാവുന്ന ശരീരത്തിന്റെ ക്ഷീണം മാത്രമല്ല, മനസ്സിന്റെ ക്ഷീണം ഉണ്ടാവും, ബന്ധങ്ങളിൽ ക്ഷീണം ഉണ്ടാവും, സമ്പത്തിൽ ക്ഷീണം ഉണ്ടാവും, അനുഭവങ്ങളിൽ ക്ഷീണം ഉണ്ടാവും. അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ശരീരത്തിൽ മാത്രമല്ല, മനസ്സിന്, നമ്മുടെ ചുറ്റുപാടിന്, ഫാമിലിയിൽ, ദാമ്പത്യത്തിന്, സമ്പത്തിന് ഒക്കെ ബാധിക്കും. ഇതിനെ അതിജീവിക്കാനുള്ള ശേഷിയും ഈ ഒരു എനർജി സിസ്റ്റത്തിന് പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ ഇതിനെല്ലാം ബാധിക്കും നമുക്ക് കാണാൻ കഴിയും. ഇതിന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നത് ശ്വസന നിയന്ത്രണം വഴി ചെയ്യാൻ പറ്റും. താളാത്മകമായ ചലനങ്ങളിലൂടെ നമ്മളിപ്പോ ചയോഗ സാധനയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചയോഗ സാധനയിലൂടെ നമ്മൾ ശീലിക്കുന്നത് അതാണ്, താളാത്മകമായ ചലനത്തിലൂടെ. പിന്നെ ശ്രദ്ധാപൂർവമായ അവബോധം, നമുക്ക് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതിലൂടെ എന്താണ് അവിടെ നടക്കുന്നതെന്ന് നിരീക്ഷിച്ച് അതിനകത്ത് അവബോധത്തിലേക്കായി അതിനനുസരിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ സൗമ്യമായ ഉത്തേജനം എന്ന് പറയുന്നത്, സൗമ്യമായ ഉത്തേജനം എന്ന് വെച്ചാൽ ഈ ഭാഗത്തൊക്കെ വരുന്ന ചെറിയ 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 സ്റ്റിമുലേഷൻസ് കൊണ്ട് നമുക്ക് ഈ ശരീരത്തിന്റെ ഈ മൊത്തം പ്രവർത്തനത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വിശ്രമം, വൈകാരികമായിട്ടുള്ള ബാലൻസ്, അതുപോലെ പ്രകൃതിയുടെ താളങ്ങളുണ്ടല്ലോ, സർക്കാരിയൻ രഥവും ഒക്കെ ഉണ്ടല്ലോ, ഈ താളങ്ങളുമായിട്ടുള്ള ഐക്യം, ഇവയിലൂടെയാണ് നമുക്കിത് പുനഃസ്ഥാപിക്കാൻ കഴിയുക. അപ്പോ ഈ സൂക്ഷ്മവ്യൂഹങ്ങൾ, നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ള ആ പലതരം സൂക്ഷ്മവ്യൂഹങ്ങൾ, ഈ സൂക്ഷ്മവ്യൂഹങ്ങൾ പിന്തുണയ്ക്കപ്പെടുമ്പോൾ ശരീരത്തിന് അതിന്റെ ചേർച്ച ആ യോഗത്തിലായിരിക്കാൻ കഴിയും. ഉന്മേഷമുണ്ടാവും, എനർജറ്റിക്കായിട്ടിരിക്കാൻ കഴിയും, ആരോഗ്യത്തിനായിട്ടുള്ള സഹജമായ ശേഷി തിരികെ വരും. അപ്പോ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ താളാത്മകമായ ജീവിതത്തിലേക്ക് തിരികെ വരിക, താളാത്മകമായി ചലിക്കുക, താളാത്മകമായി അറിയുക, താളാത്മകമായി കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കുക, എനർജി സിസ്റ്റംസ് എന്ന് പറയുന്നത് പ്രകട രൂപത്തിലുള്ള ഒരു ഭൗതികമായ എവിഡൻസ് വെച്ചിട്ട് ചെയ്യുന്നതല്ല, അത് അനുഭവാത്മകമാണ്. അനുഭവാത്മകമാണ് എന്ന് പറയുമ്പോൾ അത് വ്യക്തിനിഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല. കാരണം അതിന് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് സമാനതകളുണ്ട്. ചെറിയ ചില മാറ്റങ്ങൾ മാത്രമാണ് വ്യക്തിഗതമായിട്ടുണ്ടാവുക. പക്ഷെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അനുഭവത്തിന്റെ തലത്തിലേക്ക് പോയാൽ തെളിവുകൾ ഉണ്ടാവില്ല. പക്ഷെ അനുഭവങ്ങളുടെ ഒരു അളവിനെ ശ്രദ്ധാപൂർവം സമീപിച്ചാൽ അതിൽ നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അവയെല്ലാം എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. ഇത് തലമുറകളായിട്ട് ഒരുപാട് സംസ്കാരങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതെല്ലാം എഫക്റ്റീവാണ് താനും. അതിന് ഭൗതികമായ രാസികമായ തെളിവില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിനെ തള്ളി കപട ശാസ്ത്രമെന്ന്, കപട ശാസ്ത്രമല്ല, സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു. ഏതാണ് സ്യൂഡോ സയൻസ് എന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോ മനസ്സിലാക്കുക, എനർജി സിസ്റ്റംസ് ആരോഗ്യത്തെ താളത്തിലൂടെയും ശരിയായ ശ്വസനത്തിലൂടെയും തുലനതയിലൂടെയും ശരിയായ അവബോധത്തിലൂടെയും, അതായത് ശ്രദ്ധാപൂർവം അതിനെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയുമാണ് നമ്മുടെ ആരോഗ്യത്തെ നിരീക്ഷിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ എനർജി സിസ്റ്റത്തെ അറിയണമെങ്കിൽ നിങ്ങൾ നിരീക്ഷിക്കണം, നിങ്ങൾ അനുഭവിക്കണം. അനുഭവിച്ച് നിങ്ങളുടെ അനുഭവത്തിന്റെയും അവബോധത്തിന്റെയും തലത്തിലൂടെ അതിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ അത് നിങ്ങളുടെ കൺട്രോളിലാവും. ഒരുപക്ഷെ രാസികമായ
ഭക്ഷണപരമായ ഭൗതികമായ ഒരു മാറ്റവും വരുത്താതെ തന്നെ ശരീരം ഏറ്റവും സ്വാഭാവികമായ ആരോഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഈ എനർജി സിസ്റ്റത്തിന് കഴിയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ജീവിതം പലപ്പോഴും മുൻപോട്ട് പോകുന്നത്. ഈ ആധുനിക വൈദ്യം എന്നുള്ള സംഭവങ്ങൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് വളരെ കുറച്ചു കാലം, ഒരു 10,000 വർഷങ്ങളെ ആവുള്ളൂ. പക്ഷെ 1,500 വർഷങ്ങൾ അതിനു മുമ്പ് ഈ സിസ്റ്റത്തെ എല്ലാം പ്രവർത്തിപ്പിച്ചു വന്നതും ഇന്നും ജീവജാലങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നത് ഇത് തന്നെയാണ്. അത് നിരീക്ഷിച്ചാൽ മതിയാവും, മനസ്സിലാവും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഹജാരോഗ്യ പരിപാലനം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തതാണ്. അല്ലാതെ ഭക്ഷണത്തിലുള്ള മാറ്റം, കുറച്ച് യോഗ ചെയ്യുക എന്നുള്ളതല്ല പ്രകൃതി ജീവനം. പ്രകൃതി ജീവനം എന്ന് പറയുന്നത് ഈ ശരീരത്തിന്റെ സമഗ്ര വ്യവസ്ഥയെയും ഭൗതികമായും ഭൗതികേതരമായും ഊർജപരമായും അനുഭവപരമായും വൈകാരികമായുമുള്ള ഈ വ്യവസ്ഥകളെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ആരോഗ്യത്തെ താളാത്മകമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ബോധ്യത്തിലായിരിക്കുന്നുകൊണ്ട് നമുക്ക് തുടർ വിഷയങ്ങളിലേക്ക് കടക്കാം. ഇനി പ്രകൃതിയുടെ നിയമങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. അപ്പോൾ അവയിലേക്ക് നമുക്ക് കടക്കാം. അതുവരേക്കും സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കുക, അതിലൂടെയുള്ള അനുഭവങ്ങൾ നേടുവാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.